യുവതിയുടെ ജീവൻ രക്ഷിക്കാൻ ആശുപത്രിയിലേക്ക് കയറ്റിയ ബസ് പോലീസ് കൈകാണിച്ചു നിർത്തി ബസ്സിലെ തൊഴിലാളികളെ ആദരിച്ചു. മാതൃകാ പ്രവർത്തനമെന്ന് SI നസീർ തിരൂർക്കാർ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സാധാരണ നമ്മുടെ വാഹന പരിശോധനയിൽ വിഭിന്നമായിട്ട് ജനമൈത്രി പോലീസ് ഈ ബസ്സുകാരൊന്ന് ആദരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത്, കൈകാണിച്ച് നിർത്തിയിട്ടുള്ളത്. ഈ ബസ്സിന്റെ ജീവനക്കാർ വളരെ നല്ലൊരു പ്രവൃത്തിയാണ് 10 ദിവസം മുന്നേ ചെയ്തത്. കാരണം പറവണ്ണെന്ന് ഒരു സ്ത്രീയും കൈക്കുഞ്ഞായിട്ട് അതേപോലെ വേറൊരു 22 വയസ്സായ ഒരു പെൺകുട്ടിയായിട്ട് വന്നു. പെട്ടെന്ന് ബ്ലീഡിംഗ് ആയ സമയത്ത് അവർ ട്രിപ്പൊക്കെ ഒഴിവാക്കിയിട്ട് നേരെ ഹോസ്പിറ്റലിൽ കയറിയിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് വേണ്ട ചികിത്സ കൊടുക്കുകയും ചെയ്തു. കൂടാതെ അതിനെക്കാട്ടും ഏറ്റവും നല്ല പ്രവൃത്തി, അവരുടെ കൂടെ ആണുങ്ങളില്ലാത്തതുകൊണ്ട് ഈ ബസ്സിലെ കണ്ടക്ടറാണ് ബാഗ് ഡ്രൈവറെ ഏൽപ്പിച്ചത് ബൈസ്റ്റാൻഡറായിട്ട് വൈകുന്നേരം അവിടെ നിന്നത്. അപ്പൊ ഇത് നല്ല പ്രവൃത്തിയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ജനമൈത്രി പോലീസിന്റെ പേരിലും ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിന്റെ പേരിലും പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. തിരൂർ കൂട്ടായ റൂട്ടിൽ സർവീസ് നടത്തുന്ന റംസാൻ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ താനൂർ സ്വദേശിനിയായ ഒരു യുവതിക്ക് അപ്രതീക്ഷിതമായി ദേഹസ്വസ്ഥം അനുഭവപ്പെട്ടു. യാത്രക്കിടെ നില മോശമാകുന്നതറിഞ്ഞ ബസ് ജീവനക്കാർ വൈകാതെ തന്നെ മനുഷ്യസ്നേഹപരമായ ഇടപെടലിലൂടെ ബസ് നേരിട്ട് തിരൂർ ശിഹാബ് തങ്ങൾ ആശുപത്രിയിലേക്ക് ഓടിച്ചു. ആശുപത്രിയിൽ അടിയന്തര ചികിത്സ ലഭിച്ചതോടെ യുവതിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. ഡ്രൈവർ അഫ്സൽ, കണ്ടക്ടർ യൂനുസ്, ക്ലീനർ ബാബു എന്നിവരുടെ സമയോചിതമായ ഇടപെടലാണ് യുവതിക്ക് ജീവൻ തിരികെ ലഭിക്കാൻ കാരണമായത്. ഈ മാതൃകാപരമായ പ്രവർത്തനത്തിന് തിരൂർ ജനമൈത്രി പോലീസ് ഇവരെ ആദരിച്ചു. മനുഷ്യസ്നേഹവും ഉത്തരവാദിത്ത ബോധവും ഉയർത്തിക്കാട്ടുന്ന ഇത്തരം ഇടപെടലുകൾ സമൂഹത്തിന് മാതൃകയാണെന്ന് പോലീസ് അധികൃതർ വ്യക്തമാക്കി. ചടങ്ങിൽ തിരൂർ സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട്, SI മുഹമ്മദ് ഷംസാദ്, CPO ജോബിൻ, ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് മുസമ്മിൽ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ജസ്റ്റിൻ, മാനേജർ ഫസലുദ്ദീൻ, PRO ഷംസുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 99 തിരൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.